BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ട്രോളിൻ്റെ പെരുമഴയാണ്. കാരണം മറ്റൊന്നുമല്ല, വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടന വേദിയിൽ നേരത്തെ എത്തി. ഒരു സ്ഥലത്ത് അല്പം നേരത്തെ എത്തുന്നത് പുലിവാല് പിടിക്കേണ്ട കാര്യമല്ലോ ആണോ? എനിക്കൊരു സ്വഭാവമുണ്ട്, ഒരിടത്ത് പ്രോഗ്രാമിന് ക്ഷണിച്ചാൽ അല്പം നേരത്തെ എത്തും. പക്ഷേ അതവർക്ക് പലപ്പോഴും പ്രതീക്ഷിച്ചതിലും നേരത്തെയാണ് എന്ന് തോന്നാറുണ്ട്. സമയം കൃത്യമായി പാലിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹവും അങ്ങനെ തന്നെ ആവില്ലേ എന്നൊരു ചിന്ത. നിങ്ങളിത് കേട്ടോ, ആ ടിക് ടിക് ശബ്ദം, അതാണ് സമയം. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ ഞാൻ നിങ്ങളോട് പറയട്ടെ, സമയം ആരെയും കാത്തിരിക്കാറില്ല. നിങ്ങൾ കാത്തിരുന്നോ ഇല്ലയോ എന്നത് ഒരു പ്രശ്നവുമല്ല. നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കാം, ആശയക്കുഴപ്പത്തിലായിരിക്കാം, പക്ഷെ അത് നിൽക്കുന്നില്ല, അത് നീങ്ങുന്നു വേഗത്തിൽ, അതിവേഗത്തിൽ. നിങ്ങളുടെ വർഷങ്ങൾ പാഴാക്കരുത്. ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം ചിന്തിച്ചുവെന്നും ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കാത്തിരുന്നു എന്നും തിരിച്ചറിയരുത്. സ്വയം ചോദിക്കുക, നമ്മളോട് തന്നെ ചോദിക്കുക, 6 മാസം കഴിഞ്ഞ് നിങ്ങൾ എവിടെയായിരിക്കും? 6 വർഷം കഴിഞ്ഞ് എവിടെയായിരിക്കും? നിങ്ങളുടെ സ്വപ്നത്തോട് നിങ്ങൾ അടുത്തെത്തിയോ, അതോ ഇന്നലകളിൽ എന്തായിരുന്നോ അവിടെ തന്നെയാണോ ഇപ്പോഴും നിങ്ങൾ? അതാണ് യഥാർത്ഥ ഭയം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും പ്രവൃത്തി മേഖലകളിൽ മുന്നോട്ട് പോകാതെ കുടുങ്ങിപ്പോകുന്നു, നിശ്ചലനായിട്ട് നിൽക്കുന്നു. നിങ്ങൾ പ്രവർത്തിക്കാത്തത് കൊണ്ട് അതേ ജീവിതത്തിലേക്ക്, അതേ പോരാട്ടങ്ങളിലേക്ക് വീണ്ടും ഉണരുന്നു. പ്രവർത്തിക്കാനുള്ള സമയമാണിത്. നിങ്ങളുടെ തലയിലെ ആ മനോഹരമായ ആശയം അത് സ്വയം നിർമ്മിക്കപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പുസ്തകം അത് സ്വയം എഴുതാൻ പോകുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ശരീരം ആ ശരീരത്തിലെ കൊഴുപ്പ് കുറഞ്ഞ് വടിവൊത്ത ശരീരമാവാൻ പോകുന്നില്ല. നിങ്ങൾ മുന്നോട്ട് ചലിക്കാത്തിടത്തോളം കാലം ഇപ്പോൾ നിങ്ങൾ ചലിക്കൂ. ഇനി ആസൂത്രണമൊന്നുമില്ല, ഇനി സ്വപ്നങ്ങൾ കാണേണ്ടതില്ല. എല്ലാം തികഞ്ഞ ഒരു മനോഹരമായ സമയത്തിനായി ഇനി കാത്തിരിക്കേണ്ടതില്ല. കാരണം അത് നിലവിലില്ല, കഴിഞ്ഞുപോയി. ആദ്യ പടി എന്താണെന്ന് ചോദിച്ചാൽ റിസ്ക് എടുക്കുക എന്നത് തന്നെയാണ്. തീരുമാനങ്ങൾ എടുക്കുക എന്നത് തന്നെയാണ്. വ്യക്തമായി പറയുക എന്നത് തന്നെയാണ്. ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്തത്? നാളെ, ഈ ആഴ്ചയിലെ നിങ്ങളുടെ പദ്ധതികൾ എന്താണ്? അവ്യക്തമായ സ്വപ്നങ്ങളല്ല, കൃത്യമായ പ്രവർത്തനങ്ങളാണ് വേണ്ടത്. ഇതൊന്ന് ഓർക്കുക. നിങ്ങൾക്ക് ഇന്ന് 86,400 സെക്കൻഡുകളുണ്ട്. ഓരോ സെക്കൻഡുകളും പ്രധാനപ്പെട്ടതാണ്. വിജയികൾ ആ സെക്കൻഡുകൾ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കുന്നു. അവർ സമയം പാഴാക്കുന്നില്ല, അതിനെ അവർ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കിടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ ശവക്കുഴിയിലേക്ക് എറിഞ്ഞ് കളയാതിരിക്കുക. നിങ്ങളുടെ കഥ, ആ ജീവിതം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കൽ പോലും എനിക്കന്നുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരിക്കലും പറയാൻ ഇടവരരുത്. ഓരോ സാധ്യതകളും ഉപയോഗപ്പെടുത്തുകയും സ്വയം ചിന്തിക്കുകയും വിചിന്തനം നടത്തുകയും ഒക്കെ ചെയ്യണം. നാളത്തെ ദിവസം ഞാൻ പാഴാക്കാൻ അനുവദിക്കില്ല എന്ന് ദൃഢമായിട്ടുള്ളൊരു പ്രതിജ്ഞ എടുക്കണം. സമയം അതെല്ലാവർക്കും ഒരുപോലെയാണ്, അതുപയോഗിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറയാതെ പറയുന്നതും ഈ സന്ദേശം തന്നെയല്ലേ? സമയം അതാണെല്ലാം. മന്ത്രിമാർക്ക് വേണ്ടി പരിപാടികളുടെ സമയം മാറ്റേണ്ടി വന്നതും മുഴുവിക്കാതെ ഷോ നിർത്തേണ്ടി വന്നതുമായിട്ടുള്ള ഒരു കലാകാരനാണ് ഞാനും. അപ്പം ഈ ലോകത്ത് സമയമാണ് എല്ലാം. എനിക്ക് തോന്നുന്നു BJP അധ്യക്ഷൻ ചന്ദ്രശേഖരൻ്റെ സമയം ഇപ്പോൾ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. അറിയാത്ത കുഞ്ഞുങ്ങൾ വരെ അദ്ദേഹത്തെ അറിഞ്ഞു. കൃത്യമായി അത് ഉപയോഗിക്കേണ്ട രീതിയിൽ അത് ഉപയോഗിച്ചു എന്ന് വേണം പറയാം. ഇനി അദ്ദേഹം ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ തങ്ങി നിൽപ്പുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ശത്രുക്കൾക്ക് ഇല്ല എന്നും, എന്നാൽ അതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വാനോളം ഉയർത്താനുള്ള സമയമാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടെത്തിച്ചതും ഞാൻ ഈ വാക്കുകൾ പറയാൻ ഇടയാക്കിയതും സമയമാണ്. അപ്പോൾ ഈ ലോകം മുഴുവൻ സമയമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മളെല്ലാം ഏതൊക്കെയോ സമയങ്ങളിലാണ് ഓരോ ചിന്തകൾ ജനിപ്പിക്കുന്നത്. ഓരോ സമയത്തിനും അതിൻ്റേതായ വാല്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതും പഠിച്ചതും വായിച്ചതുമെല്ലാം സമയവുമായി ബന്ധപ്പെട്ടാണ്. ഈ ലോകത്തിൻ്റെ, ഈ ഹൃദയത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും മാത്തമാറ്റിക്സിലാണ്. ഒരു നടൻ പറഞ്ഞത് ഓർമ്മയുണ്ടാവുമല്ലോ. Think positive. Have a great day. Bye-bye.